നമസ്കാരം. രാമൻ്റെ വനവാസ ദൗത്യത്തെക്കുറിച്ച് കൈകേയി ശ്രീരാമനെ ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭമുണ്ട് രാമായണത്തിൽ. ഈ സമയത്ത് ശ്രീരാമൻ കൈകേയിയോട് പറയുന്നുണ്ട്, അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം താനാണെങ്കിൽ താൻ എന്ത് ചെയ്യണം, അതിനുള്ള പരിഹാരം ചെയ്യാൻ പുത്രനായ താൻ തയ്യാറാണ്. ആ സമയത്ത് ശ്രീരാമൻ കൈകേയിയോട് പറയുന്നുണ്ട്, ഒരു പുത്രൻ എങ്ങനെ ആയിരിക്കണമെന്ന്. തൻ്റെ പിതാവിൻ്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന പുത്രൻ, മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന പുത്രൻ ഉത്തമപുത്രനും, പിതാവ് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന പുത്രൻ മധ്യമപുത്രനും, പറഞ്ഞത് അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന പുത്രൻ മലമാണെന്നും ശ്രീരാമസ്വാമി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ നിന്നും നമുക്ക് എടുക്കാനുള്ളത്, ഇന്നത്തെ അച്ഛനും അമ്മയും അച്ഛനമ്മമാർ രക്ഷിതാക്കൾ നമ്മുടെ മനസ്സറിഞ്ഞ മക്കൾ പ്രവർത്തിക്കണമെന്നോ നമ്മൾ പറയുന്നത് അനുസരിക്കണമെന്നോ ആഗ്രഹിക്കുന്നേയില്ല. അവരുടെ പ്രവൃത്തികൾ നമുക്ക് വേദന ഉണ്ടാക്കരുത്, അവർക്കും മോശമുണ്ടാക്കരുത്, അല്ലേ? നമുക്ക് അവർ കാരണം ഒരു വേദന ഉണ്ടാക്കരുത്, അവരുടെ ജീവിതത്തിന് അവരുടെ പ്രവൃത്തികൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ ഇന്നത്തെ കാലത്തെ രക്ഷിതാക്കൾ. അതുകൊണ്ട് തന്നെ ശ്രീരാമസ്വാമിയുടെ ഈ സന്ദേശം ഇന്നത്തെ കാലത്ത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. നന്ദി, നമസ്കാരം.